ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു വെഡ്ഡിങ്ങിന് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ എൻ്റെ ഇക്കാട് ഉമ്മച്ചിയുടെ അനിയത്തിയുടെ മോൻ്റെ കല്യാണമാണ്. അവരെല്ലാം UK-ലായിരുന്നു കേട്ടോ. അവർ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് 2-3 ആഴ്ചയായിട്ടുണ്ടാവുള്ളൂ വന്നിട്ട്. അപ്പോൾ ഇന്ന് പഞ്ചാബി നൈറ്റ് പോലെ അങ്ങനൊരു ഈവാണ് കേട്ടോ സെറ്റാക്കിയിരിക്കുന്നത്. എല്ലാവരും വൈറ്റ് ഡ്രസ്സൊക്കെ വെയർ ചെയ്ത് വരണം, അതുപോലെ പാകിസ്ഥാനി ഷോൾ ഇടണം എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പാകിസ്ഥാനി ഷോളൊന്നും എല്ലാവരും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വൈറ്റ് ഡ്രസ്സ് അത്യാവശ്യം എല്ലാവരും തന്നെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈറ്റ് ഡ്രസ്സ് ഇടാത്തവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം കൊച്ചിൻ്റെ പിള്ളേരുടെ സ്കൂളൊക്കെ വിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫ്രഷ് ആയിട്ട് ഏകദേശം ഒരു 6:30 കൂടി നമ്മളെല്ലാം ഇവിടെ വന്നു കേട്ടോ. ഭയങ്കര സെറ്റപ്പായിരുന്നു കേട്ടോ ഇവിടുത്തെ പരിപാടികളെല്ലാം. കുറച്ച് പേര് നല്ല വൈബിന് നിൽക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ നല്ല റീലുകളും അതുപോലെ ഒരുപാട് ഡാൻസുകളൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു. കൊച്ചാണെങ്കിലും അത്യാവശ്യം ഹാപ്പി ആയിരുന്നു. പിന്നെ സ്കൂൾ വിട്ട് വന്നതിൻ്റെയൊക്കെ ഒരു ക്ഷീണമുണ്ട്. കാരണം ആൾ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കിടന്ന് ഉറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നടക്കാത്തതിൻ്റെ ചെറിയൊരു സാടുണ്ട്. അപ്പോഴേക്കും എന്തായാലും വലിയ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊക്കെ ചെന്ന് ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ സൽമാൻ റെഡി ആയിട്ട് വന്നത്. സൽമാൻ എന്നാണ് ഗ്രൂമിൻ്റെ പേര്. പിന്നെ ഗ്രൂമെല്ലാം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് വിളമ്പാനൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പോൾ കൊച്ചിന് ഒക്കെ സ്കൂൾ വിട്ട് വന്നിട്ട് ഇത്രയും ടൈം ആയതല്ലേ, ഏകദേശം 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. അപ്പോൾ നമ്മൾ പിള്ളേർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ട് അങ്ങനെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഗ്രൂമിനെ സെറ്റ് ചെയ്ത് നമ്മുടെ പുറത്ത് ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പടക്കവും ഒക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ശരിക്കും ആ ടൈമിൽ നമ്മൾ പേടിച്ചും കൂടെ പോയിട്ടോ. അപ്പോൾ അവനൊക്കെ മധുരം വെയ്പ്പ് പോലെ ജസ്റ്റ് ഒരു ടേബിളിൽ കുറച്ച് ലഡുവും അനാറൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഗ്രൂമിൻ്റെ എൻട്രി ആയിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. എൻട്രി എന്ന് പറഞ്ഞാൽ തകർപ്പൻ എൻട്രി ആയിരുന്നിട്ട് ഒരുപാട് പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും സൗണ്ട് ആയിട്ട് നമ്മൾ തന്നെ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവരിങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ടിരുന്നെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഗ്രൂമിനെ ഇവിടുന്ന് ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ ഈ ടൈമിലൊക്കെ ഞാനും ഇത്തായൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കയറിപ്പോയി. കാരണം വീഡിയോക്ക് സെറ്റ് ആവുന്നതനുസരിച്ച് അത്രയും ടൈം ഇതെല്ലാം റിപ്പീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ മടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് കയറിപ്പോയിട്ടോ. അങ്ങനെ ഈ ഭാഗത്തൊക്കെ നമ്മളുണ്ടായിരുന്നുള്ളൂ. ശരിക്കും അവനും സർപ്രൈസ്ഡായിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടിട്ട്. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഗ്രൂമിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. ശരിക്കും ഈ പരിപാടി നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു നടന്നിരുന്നത്. കാരണം അവരുടെ വീട്ടിൽ അത്യാവശ്യം നല്ല വാസ്റ്റ് ഏരിയയും അതുപോലെ ഒരുപാട് മിറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ തന്നെ സ്റ്റേജ് സെറ്റാക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ ഈ പരിപാടിക്ക്. ശരിക്കും ഇവരുടെ വെഡ്ഡിങ് വന്നിട്ട് 3 ദിവസമായിരുന്നു കേട്ടോ. ഒരെണ്ണം ഇതുപോലെ ഈവായിട്ടും പിന്നെ നമ്മളൊരു ദിവസം പെണ്ണിൻ്റെ വീട്ടിൽ കെട്ടാൻ പോകുന്നത് അത് കോട്ടയമായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ കെട്ട് വന്നിട്ട് അന്ന് വൈകുന്നേരം റിസപ്ഷൻ വയ്ക്കൽ നടക്കുന്ന കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ റിസപ്ഷൻ പിറ്റേ ദിവസത്തേക്കായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും വീഡിയോ ഒരുമിച്ച് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ നല്ല ലെങ്തി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളതിനെ കുറച്ച് ഷോർട്സ് ആക്കിയിട്ടും അതുപോലെ ലെങ്ത് ആയതുകൊണ്ട് തന്നെ 2-3 വീഡിയോ ആയിട്ട് ഇടാമെന്നായിട്ടാട്ടോ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ച് പേരട്ടോ മധുരം കൊടുത്തുള്ളൂ. ബാക്കി എല്ലാവരും സ്റ്റേജിൽ നിന്ന് ഫോട്ടോസ് എടുക്കാട്ടോ ചെയ്തത്. അങ്ങനെ എല്ലാവരും ഒരുപാട് പേര് മധുരം കൊടുക്കാനൊക്കെ ആയിട്ട് നിന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സ്റ്റേജിൽ കയറുന്ന എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരൊക്കെ കയറി നിന്നിട്ടെടുത്തു. പിന്നെ നമ്മളും ഫാമിലിയായിട്ട് നിന്നു. കൊച്ചിന് ഇച്ചിരി ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും വലിയ വിഷയമൊന്നും ആക്കാണ്ട് നടന്നു കേട്ടോ. പിന്നെ അവൻ്റെ അടുത്തുണ്ടായിരുന്ന സ്വീറ്റ്സും എല്ലാവരും എടുത്തുകൊണ്ടൊന്നും എല്ലാവരും കഴിച്ചു. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് കയറി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം 12 മണിയായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പം പിറ്റേന്ന് രാവിലെ വണ്ടി കയറാനുള്ളതുകൊണ്ടും ഗ്രൂമിൻ്റെ വണ്ടിയൊക്കെ ഫ്രണ്ടിൽ കൊണ്ടുവരാനുള്ളതുകൊണ്ടൊക്കെ ഇക്കായൊക്കെ കൂടെ നിന്നിട്ട് കസേരയും ടേബിളൊക്കെ മാറ്റിയിടാനായിട്ട് നിന്നു കേട്ടോ. പിറ്റേന്ന് നമ്മൾ 8:30-ക്കായിരുന്നു കേട്ടോ കെട്ടാനായിട്ട് പോകേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. അപ്പോൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരയ്ക്കും ബൈ.